നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മുടെ എക്സിറ്റ് പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ജനറൽ ട്രെൻഡായിട്ട് നമുക്കതിനെ എടുക്കാം. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും UDFന് മേൽക്കൈ പറയുന്നു, LDFന് ഒരു സെറ്റ് ബാക്കാണ്, BJPക്ക് നാമമാത്രമായ സീറ്റുകൾ പറയുന്നുണ്ട്, BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ആരും പറയുന്നില്ല കേരളത്തിൽ. അപ്പോൾ ഈ എക്സിറ്റ് പോളുകളെക്കുറിച്ച് തലങ്ങും വിലങ്ങും ഇന്നലെ വൈകിട്ട് 6 മണി തൊട്ട് ചർച്ചകൾ നടക്കുകയാണ്. നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ വലിയ ചർച്ചകൾ നടന്നു. പരിണിതപ്രജ്ഞരായ ധാരാളം ആൾക്കാർ സംസാരിച്ചു, രാഷ്ട്രീയക്കാർ സംസാരിച്ചു. ഇന്നിപ്പോൾ ഒരു പുതിയ മറ്റാരും പറയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരിക്കുന്നു. അത് CPM നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവനിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇത് കേരളത്തിൽ നടന്നിരിക്കുന്നത് രാഷ്ട്രീയ വോട്ടെടുപ്പല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ വോട്ടുകളല്ല പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്, മറിച്ച് വർഗീയ വോട്ടുകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. സാർ, ഇതിനെ എങ്ങനെ കാണുന്നു? അത് ഇസ്ലാമിക എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. വളരെയധികം പഠിച്ചിട്ടുള്ള മനുഷ്യൻ, അക്കാഡമിക്കായിട്ട്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്തെ പ്രധാന ജോലി. എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ എന്തോ ആണെന്ന് തോന്നുന്നു. ഇസ്ലാമിക് ഹിസ്റ്ററിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരാള് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്നുകൊണ്ട്, പോളിറ്റ് ബ്യൂറോയിലുണ്ടോ? അദ്ദേഹം PB മെമ്പറാണ്. അവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ വോട്ട് രാഷ്ട്രീയമല്ല, വർഗീയ വോട്ടുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള തെരഞ്ഞെടുപ്പിന് നിർണായകമായത് രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം വർഗീയ വോട്ടുകളാണെന്ന് പറയുമ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഗൗരവം കുറച്ച് കാണാൻ പറ്റില്ല. അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത് ഇന്ന് തുടങ്ങിയ സംഭവമല്ല, അതിന് പഴക്കമുണ്ട്. 1957 സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ വന്ന കാലം മുതൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് വർഗീയ വോട്ടാണ്, വർഗീയ താല്പര്യങ്ങളാണ്, വർഗീയ ശക്തികളാണ്, വർഗീയ ശക്തികളും വർഗീയ താല്പര്യങ്ങളുമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാചകം പറഞ്ഞോട്ടെ. പലരും പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു തരംഗം ഉണ്ടായിട്ടില്ല, തരംഗമുണ്ടായിരുന്നെങ്കിൽ UDFന് 100-ൽ കൂടുതൽ പോകണമായിരുന്നു. അപ്പം ആരും പൊതുവേ ആളുകൾ പറഞ്ഞു അത് 72-നും 75-നും ഇടയ്ക്കുള്ള സീറ്റ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകൾ പോലും. ആവറേജ് നമുക്കൊരു 80 കരുതാം. 80 പോലും അങ്ങനെ കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. 75-ന് താഴെയാണ്. പിന്നെ എക്സാജറേഷൻ്റെ ലെവലിലാണ് 80-ലോട്ടൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ 72, 75 അല്ല 80 പോലും കിട്ടിയാൽ പോലും കഴിഞ്ഞ തവണ ഇടത് വർഗീയ മുന്നണിക്ക് കിട്ടിയ 99 സീറ്റിനപ്പുറത്തേക്ക് വലത് വർഗീയ മുന്നണി 26-ലെ തെരഞ്ഞെടുപ്പിന് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തരംഗം ഇല്ലെന്നാണ് പൊതുവെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാനിതിനെ പറയാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നാണ്. എന്താണ് സർ? അത് ഉദാഹരണത്തിന് അടികൊണ്ട് താഴെ വീണു പോയതുകൊണ്ട് വെടികൊള്ളാതെ രക്ഷപ്പെട്ടു. അതായത് അടി കൊണ്ട് നമ്മൾ വീണു, അതുകൊണ്ട് ആ വെടിയുണ്ട കൊണ്ടില്ല, പക്ഷെ വെടിയുണ്ട ഉണ്ടായിരുന്നു, വെടി വെക്കുകയും ചെയ്തു. വെടി ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ ലക്ഷ്യമാക്കി വെച്ചു കഴിഞ്ഞു, വെടിയുണ്ട പാഞ്ഞു വരികയും ചെയ്തു. പക്ഷെ അതിനിടയിൽ അടി കൊണ്ട് താഴെ വീണു, വേറെ ഒരാൾ അടിച്ചത് കൊണ്ട് താഴെ വീണത് വേണ്ടി വെടിയുണ്ട തെറിച്ചു പോയി, നേരെ ടാർഗറ്റ്. ഇതാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പം കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഇടതുവർഗീയ മുന്നണിയെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ എല്ലാ സൂചനകളും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും വർഗീയ പ്രീണന തലത്തിലും കൊലപാതക രാഷ്ട്രീയത്തിലും അഴിമതിയിലും സ്വകാര്യ താല്പര്യങ്ങൾ നോക്കുന്നതിലും എല്ലാം ചരിത്രം സൃഷ്ടിച്ച റെക്കോർഡ് ഭേദിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായൊരു ജനവികാരമുണ്ടായിരുന്നു, ശക്തമായൊരു തരംഗമുണ്ടായി. പക്ഷെ ആ തരംഗത്തിന്റെ പ്രയോജനം UDFന് ആ തരംഗം ആഞ്ഞടിക്കാൻ കാത്തിരിക്കുകയുമായിരുന്നു. പക്ഷെ ഇത് സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ടത്
UDF കേരളത്തിലെ സാഹചര്യത്തിൽ UDF എന്ന് പറയരുത്, വലതുവർഗീയ മുന്നണി. ആ വലതുവർഗീയ മുന്നണിയിലേക്ക് പോകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏൽക്കേണ്ടിയിരുന്ന വെടി തലയിലോ നെഞ്ചത്തോ കൊള്ളുന്നതിന് മുമ്പായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനതാ മുന്നണിയുടെയും ഹൈന്ദവ ദേശീയതയുടെയും ശക്തികൾ കൊടുത്ത പ്രഹരത്തിൽ താഴെ വീണതുകൊണ്ടാണ് പിണറായിക്ക് മറ്റേ അത്ര മേലോട്ട് വരാതിരുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോലും 99 എത്തിക്കുകയും പിണറായിയുടെ സർക്കാരിന്റെ 3ാമത് ഭരണം ഉണ്ടാവുകയും ചെയ്തത് പലരും പറയുന്ന കാരണം കൊണ്ടല്ല. ഈ വലതുവർഗീയ മുന്നണിയിലെ കേരള കോൺഗ്രസ് ഇടതുവർഗീയ മുന്നണിയിലോട്ട് വന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച നിർണായകമായ ഘടകം 2021. ഒപ്പം തന്നെ മുസ്ലിം തീവ്രവർഗീയവാദികളും അവരോടൊപ്പം നിന്നു. എങ്കിലും നിർണായകമായ ഘടകം ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ ഇങ്ങോട്ടുള്ള വരവായിരുന്നു, ഇടതുപക്ഷത്തേക്കുള്ള വരവായിരുന്നു. ഞാനത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ട് പറയുക. ആ കണക്കാണ് കഴിഞ്ഞ ഇലക്ഷനെ നിർണയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവം എന്ന് പറയുന്നത്, ജോസ് കെ മാണി തിരിച്ചു പോയിട്ടില്ല. മറ്റേ കേരള കോൺഗ്രസ്, ടി ജോസഫിന്റെ കേരള കോൺഗ്രസിലാണ് ഇപ്പം സ്വാധീനം കൂടുതൽ, മതപക്ഷത്തിന്റെ സ്വാധീനം കൂടുതൽ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് സാന്നിധ്യമായി ദേശീയ ജനാധിപത്യ മുന്നണിയും BJPയും ഹൈന്ദവ ദേശീയതയുടെ പക്ഷവും വന്നതോടുകൂടി അവരുടെ സീറ്റുകൾ കൂടിയതിനപ്പുറം അവരുടെ പക്ഷത്ത് ഇപ്പോൾ വോട്ട് ചെയ്ത നല്ലൊരു ശതമാനം സമ്മതിദായകരുടെ ആ വോട്ടിംഗ് പാരമ്പര്യം മാറി. അവരുടെ വോട്ടിംഗ് പാരമ്പര്യം എന്ന് പറയുന്നത് കാലങ്ങളായി, ദശകങ്ങളായി, 960 തൊട്ട് എന്ന് ഞാൻ പറയും. 57 കാര്യം വ്യത്യസ്തമായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചവരാ. അതിന് ചൈനയുടെ ചാരന്മാരായതിൻ്റെ പേരിലുള്ള വെറുപ്പുണ്ട്, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടെ നടത്തിയ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും വാടിക്കൽ രാമകൃഷ്ണനെ കൊണ്ട് പോകുന്ന പിണറായി വിജയൻ്റെ പാർട്ടിയോട് കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ശതമാനത്തിന് എതിർപ്പുണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. ഒപ്പം തന്നെ ആദ്യം മുസ്ലിം ലീഗുകാരനെയും കേരള കോൺഗ്രസ്സുകാരനെയും CPIക്കാരനെയും കോൺഗ്രസ്സുകാരെയും തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരെയും കൊല്ലുന്ന പ്രകൃതം കാണിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ പ്രതിരോധം കായിക തലത്തിലും കൊടുത്തത് ഹൈന്ദവ ദേശീയതയുടെ പക്ഷമാണ്. പച്ചയായിട്ട് പറഞ്ഞാൽ RSSകാരും BJPക്കാരും. അങ്ങനെ വന്നപ്പോൾ കൊലപാതകങ്ങൾ അവരുടെ നേരെയായി. ആ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് വന്നാലും ഈ കൊലപാതക കമ്മ്യൂണിസ്റ്റുകാർ പരാജയപ്പെടുന്നൊരു മോഹം കേരളത്തിൽ വ്യാപകമായി വന്നു. അങ്ങനെ ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു, കൊലയാളി കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുക. ആ ഒരു മുദ്രാവാക്യം രാഷ്ട്രീയ തന്ത്രമായി മാറിയപ്പം, രണതന്ത്രമായി മാറിയപ്പം ആ 3 കുഞ്ഞുങ്ങളെ പമ്പയാറ്റിൽ മുക്കിക്കൊന്ന പരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, അമ്പിയെ കൊന്ന ചങ്ങനാശ്ശേരിയിലും ജയകൃഷ്ണൻ മാഷെ കൊന്ന കണ്ണൂരും, അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പരാജയം ആഗ്രഹിച്ച, ജീവനിൽ കൊതിയുള്ള സമാധാനകാംക്ഷികളുടെ വിഭാഗം ഉണ്ടായി. അവരൊക്കെ എന്നും വോട്ട് ചെയ്തത് BJP അല്ലെങ്കിൽ ജനസംഘം ജയിക്കയില്ല എന്ന് കരുതിയത് കൊണ്ട് മാത്രം കോൺഗ്രസിന് വോട്ട് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ വലത് വർഗീയ മുന്നണിക്ക് വോട്ട് ചെയ്തു. ഞാൻ എൻ്റെ ആ വാക്ക് അങ്ങനെ തന്നെ പറയുന്നുള്ളൂ, വലത് വർഗീയ മുന്നണിക്ക് വോട്ട് ചെയ്തു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ രീതി അവർ മാറി. ഇഷ്ടംപോലെ പ്രദേശങ്ങളിൽ 30-ലധികം മണ്ഡലങ്ങളിൽ എന്ന് പറയുന്നു ഇപ്പം നിർണായകമായ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ മുന്നണിയും മാറിക്കഴിഞ്ഞപ്പം പല ആളുകളും പണ്ട്
ഇടതുവർഗീയ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി വലതിന് വോട്ട് ചെയ്തവര് ഇന്ന് ഒരു പ്രാവശ്യം നോക്കാം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി, ഞങ്ങൾക്ക് വിശ്വാസമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പം സ്വാഭാവികമായും വലതുവർഗീയ മുന്നണിയുടെ വോട്ട് കുറഞ്ഞു. അവിടെ ആ കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം വിഭജിക്കപ്പെട്ടതിന് പേരിൽ ഈവനായിട്ട് ഡിവൈഡ് ചെയ്തപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുവർഗീയ മുന്നണിക്ക് ടാക്റ്റിക്കലായിട്ടുള്ള യാദൃച്ഛികമായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടി. ഒരു സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോയില്ല. ഇത് ഞാൻ പറയാം. ചങ്ങനാശ്ശേരി, ഒരുപക്ഷെ പാല, ആറന്മുള പോലും ഈ വക മണ്ഡലങ്ങളിലെല്ലാം കുറേയധികം മണ്ഡലങ്ങളുണ്ട്, എടുത്തു പറയാൻ എനിക്ക് സമയക്കുറവുകൊണ്ട് നിൽക്കുന്നില്ല. അവിടെയൊക്കെ വലതുവർഗീയ മുന്നണിക്ക് പോകാമായിരുന്ന വോട്ട് ജനാധിപത്യപക്ഷം, ദേശീയപക്ഷം പിടിച്ചെടുത്തത് കൊണ്ട് വലതിൻ്റെ വോട്ട് കുറഞ്ഞു, ഇടതിന് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം കിട്ടി. അങ്ങനെ ഒരു 10 സീറ്റുകളിലെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയം നിർണായകമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. ഏതാണ്ട് ഇലക്ഷന് വളരെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തൂക്കുമന്ത്രിസഭയുടെ സാഹചര്യത്തിലേക്ക് വീണ്ടും ഇപ്പോഴും പോകുമെന്നും എക്സിറ്റ് പോളുകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് കേരളത്തിൽ BJPക്കും ദേശീയ ജനാധിപത്യ മുന്നണിക്കും കൂടി ചേർന്ന് 10 സീറ്റിനും 15 സീറ്റിനും ഇടയ്ക്ക് കിട്ടും. അല്ല സാർ, ചില കണക്കുകൾ പറയുന്നത് പണ്ടൊക്കെ BJPക്ക് 2 or 3 സീറ്റുകളിലാണ് ഒരു 50,000 പ്ലസ് ഓർ മൈനസ് വോട്ട് കിട്ടുന്നത്. പക്ഷെ ഇക്കുറി അത് ഏതാണ്ട് 15-ലധികം മണ്ഡലങ്ങളിൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള വില. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് പൊതുവെ അത് ഇടതുപക്ഷത്തിന്റെ ആഘാതം കുറയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിക്ക് കാരണമായി എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അങ്ങനെ വരുമ്പം വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയായ പിണറായി വിജയന് ഒരു തവണയും കൂടെ മുഖ്യമന്ത്രി ആകാന്നുള്ള ആ ദുരനുഭവം കേരളം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ദേശീയ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ടിന്റെ പേരിൽ തൽക്കാലം ഒരു അഡ്വാൻറ്റേജ്, അതായത് പാതാളത്തിലേക്ക് പോകാതെ ഇടയ്ക്ക് നിൽക്കുന്നതിന് അവസരം കിട്ടി. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പ്രധാനമായിട്ട് കാര്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിജയരാഘവൻ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരുന്നത് വർഗീയതയുടെ രാഷ്ട്രീയമാണ്. 1957 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ജയിച്ചത് സാർവദേശീയ കാറൽ മാർക്സിന്റെ അല്ലെങ്കിൽ മാവോ സേതുങ്ങിന്റെ അല്ലെങ്കിൽ ലെനിന്റെ പ്രത്യയശാസ്ത്രം കണ്ടിട്ടൊന്നുമല്ല. കൃത്യമായും കോട്ടയത്തെ മലയാള മനോരമ ഉൾപ്പെടെ പിന്തുണ കൊടുത്ത ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. 1945-46 വരെ കോൺഗ്രസിനെ പോലും അകറ്റി നിർത്തി മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ചിട്ടുള്ള രാഷ്ട്രീയം, ആ വർഗീയ രാഷ്ട്രീയ ചിന്ത സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് വന്നപ്പം പെട്ടെന്ന് തന്നെ ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആർ ശങ്കറേയും മന്ദത്ത് പത്മനാഭനെയും ഒക്കെ താരികവൽക്കരിച്ചുകൊണ്ട് കോൺഗ്രസിനെ കയ്യിലെടുത്തു. ഒപ്പം തന്നെ ശബരിമല തീ വെച്ചു. അതുപോലെ ആ രാമസിംഹനെ കൊന്ന കേസ് മലബാറിൽ. അപ്പം തെക്കൻ കേരളത്തിൽ ശബരിമല വിഷയം, വടക്കൻ കേരളത്തിൽ രാമസിംഹൻ വിഷയം. ഇത് വീടാന്തരം കയറി ഇറങ്ങി, പത്രങ്ങളിലൂടെയോ പരസ്യങ്ങളിലൂടെ അല്ല, വീടാന്തരം കയറി ഇറങ്ങി പാർട്ടി മിഷനറി ഉപയോഗിച്ച് അങ്ങനെ ഹിന്ദുവിനെ കടന്നാക്രമിച്ച രാഷ്ട്രീയത്തിനെതിരെയുള്ള ഹിന്ദുവിൻ്റെ വികാരങ്ങളെ വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. അന്ന് കിട്ടിയ വോട്ടോ ചെറിയ വ്യത്യാസമുള്ളൂ സീറ്റുകളിൽ. അവിടെയാണ് മറ്റൊരു കാര്യം പ്രധാനമാകുന്നത്. ചങ്ങനാശ്ശേരിയിൽ മന്നത്ത് പത്മനാഭൻ്റെ വീട്ടിൽ ചെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി MN ഗോവിന്ദൻ നായരും പിന്നീട് മുഖ്യമന്ത്രിയായ PK വാസുദേവൻ നായരും ചങ്ങനാശ്ശേരി MLA ആയിട്ട് ഒരേ അന്ന് ജയിച്ച, അന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് KGN നമ്പൂതിരിപ്പാട് ജയിച്ചെങ്കിലും മറ്റാരും ജയിച്ചിട്ടില്ല അവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന്.
ആ കല്യാണകൃഷ്ണൻ നായരും ഇവർ 3 പേരും കൂടെ ചെന്ന് മന്നത്പ്രനാഭൻ്റെ പാദ നമസ്കാരം ചെയ്ത് പിന്തുണ ഉറപ്പിച്ചിട്ടാണ് നായർ സമുദായത്തിന്റെ പിന്തുണ സവർണ സമുദായത്തിനെന്ന് വിചാരിച്ചോളൂ ഉറപ്പിച്ചാണ് 57 ഗവൺമെൻറ് വന്നത്. അതൊരു വർഗീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. രണ്ടാമത് വർഗീയത വിഭജന സമരം കിടക്കട്ടെ, നമുക്ക് അത്രയും ചർച്ച ചെയ്യാൻ സമരമില്ലല്ലോ. 67 മുസ്ലിം ലീഗിനെയും കൂട്ടിപ്പിടിച്ചു. വർഗീയത വർഗീയ മുന്നണിയായി, വലത് വർഗീയ മുന്നണിയായിട്ട് വിപുലീകരിച്ചെടുത്തു. അതിനുശേഷം അടുത്ത നിറമാറ്റം വരുന്നത് നിലയ്ക്കൽ വിഷയത്തിന് ശേഷമുള്ള ഇലക്ഷനാണ്. ശരീരത്തൊക്കെ കുത്തിപ്പൊക്കി ആ നിയമസ് ഉണ്ടല്ലോ, ആ നിയമസ് എടുത്ത ആ കുറുക്കൻ തന്ത്രമാണ് ഞങ്ങൾ ഇനിയും പക്ക 24 കാരറ്റ് മതേതരത്വമാണ്. പിന്നെ ജോസഫ് ഗ്രൂപ്പ് വേണ്ട, INL വേണ്ട, ഈ 2 വർഗീയ കക്ഷികളെ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ നിലയ്ക്കൽ പ്രശ്നത്തിലാണ് കേരളത്തിലെ ഹൈന്ദവപക്ഷം ആദ്യമായി വിജയക്കൊടി പാറിച്ചത്. അത് കണ്ടു കഴിഞ്ഞപ്പം ഹിന്ദുവിൻ്റെ രാഷ്ട്രീയം സംരക്ഷിക്കേണ്ടവർക്ക് പോകേണ്ട വോട്ട് സ്വീകരിക്കാനുള്ള പാത്രമായി ഭാരതീയ ജനസംഘം അന്ന് വളർന്നിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയും വളർന്നിട്ടില്ല. അതുകൊണ്ട് ആ വോട്ടുകൾ ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് അന്ന് EMS ഹിന്ദുപക്ഷ രാഷ്ട്രീയം എടുത്തത്. അപ്പൊ 57 ഹിന്ദുപക്ഷ രാഷ്ട്രീയം, 67 മുസ്ലിം പക്ഷ രാഷ്ട്രീയം. ഈ ഇലക്ഷൻ വന്നപ്പോൾ നിലയ്ക്കൽ ഇലക്ഷൻ വന്നപ്പോൾ 87 വന്നപ്പോൾ പക്ക ഹിന്ദു മുന്നണി രാഷ്ട്രീയം. അതിനെ ഹിന്ദു മുന്നണി രാഷ്ട്രീയം തന്നെ പറയാം. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സന്ദർഭം പോലെയും സാഹചര്യം പോലെയും ഈ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനെ കൂടെ കൂട്ടി, PDPയെ കൂടെ കൂട്ടിയിട്ടുണ്ട്, SDP കൂടെ കൂട്ടിയിട്ടുണ്ട്, സദാം ഹുസൈന്റെ പടം വെച്ചു, ഒസാമ ബിൻ ലാദന്റെ പടം എല്ലാം ചെയ്തു. അവസാനം ഒരാള് ഈ മഹാഭാരതത്തിലെ കഥയ്ക്കകത്ത് ശ്രീകൃഷ്ണൻ പോലും പാണ്ഡവരെ ഓരോ വിഭാഗത്തിനും അനുവദിച്ചത് പാഞ്ചാലിയുടെ വിഭാഗമല്ല, അനുവദിച്ചത് ബന്ധുബലം കൂടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ബന്ധുബലം കൂട്ടാൻ വേണ്ടി പിണറായി വിജയൻ മകളുടെ വിവാഹം തരപ്പെടുത്തിയതും ആ ഒരു സമുദായവുമായിട്ടാണ്. അങ്ങനെ കൃത്യമായി വർഗീയ പ്രീണനത്തിൻ്റെ പുതിയൊരു രാഷ്ട്രീയം, ഹിന്ദു വിരുദ്ധ വർഗീയതയ്ക്ക്, ഹിന്ദുവിനെ പ്രഹരിക്കുന്നതിന് മറ്റെല്ലാരെക്കാട്ടിലും ഞങ്ങൾക്കാണ് കരുത്ത് കൂടുതലുള്ളത് എന്ന് കാണിച്ചു കൊടുത്ത രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെയും വിജയരാഘവൻ്റെയും നേരത്തെ പറഞ്ഞ പ്രസ്ഥാനം അടുത്ത കാലം വരെ രാഷ്ട്രീയ വിജയം നേടിയത്. സാർ, അവിടെ എനിക്ക് ഒരു ചെറിയ ചോദ്യം കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞ് അങ്ങേക്ക് അവസാനിപ്പിക്കാം. ഈ മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമ്പോൾ അത് മതേതര വോട്ടാണ്. അത് വലതുപക്ഷത്തിനോ BJPക്കോ വോട്ട് ചെയ്താൽ അത് വർഗീയ വോട്ട്. അതിന് ഞാൻ പറഞ്ഞത് ഇവരുടെ രാഷ്ട്രീയം വർഗീയ വിരുദ്ധമല്ല, മതേതര അടിമുടി വർഗീയമാണ്, അവസരവാദപരമായ വർഗീയ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം കളിക്കുന്നതും കളിച്ചതും. ഇത്തവണ ചെറിയൊരു പരാജയം സംഭവിച്ചതുപോലെ തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം കൂടെ കൊണ്ടുവന്ന ആ മുസ്ലിം വർഗീയ കക്ഷികളെ മൊത്തം കൂടെ കൂട്ടിയപ്പം ഇവിടെ ഒരു പരാജയം സംഭവിച്ചെങ്കിലൊന്ന് ഭയന്നിട്ട് 57 പോലെയും നിലയ്ക്കൽ സമരത്തിന് ശേഷം പോലെയും ഹിന്ദുവിനോട് കൂടെ കൂട്ടി കൊള്ളാവുന്നൊരു മോഹം തോന്നി. അതാണ് ശബരിമലയിൽ കാണിച്ചത്. ഒരുതരം ബാലൻസിങ്. അതാണ് ശബരിമലയിൽ സംഗമം നടത്തിയത്, അയ്യപ്പ മഹാസംഗമം. അതിനാണ് പെരുന്നയിലെ പോപ്പിനെ കൂടെ കൂട്ടിയത്, വെള്ളാപ്പള്ളി നടച്ചനെ കാറേ കയറ്റി കൊണ്ടുപോയി. ഇതൊക്കെ ചെയ്തെങ്കിലും ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം, ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞു ഓർക്കുക, കേരളത്തിലെ പൊതുസമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നേരായിട്ട് ജീവിക്കണം, സമാധാനത്തോടെ നേരിനൊപ്പം സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം അരാജകവാദികളായ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് യോജിക്കാത്തവരുണ്ട്, കൊലപാതക രാഷ്ട്രീയത്തോട് എതിർക്കുന്നവരുണ്ട്. ആ എതിർപ്പാണ് വലതുപക്ഷത്ത് എന്തെല്ലാം തമ്മിത്തല്ലുണ്ടായാലും
ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും കുഞ്ഞാലിക്കുട്ടിയും ഇനി അതല്ല എ കെ ആന്റണിയും കരുണാകരനും ഒക്കെ തമ്മിൽ തല്ലിയാലും സഹികെടുമ്പം ചിലപ്പോൾ വോട്ട് ചെയ്യാതിരിക്കും. വോട്ട് ചെയ്യേണ്ട അവസരം വരുമ്പം ഇടതുപക്ഷ വിരുദ്ധമായിട്ട് വോട്ട് ചെയ്യുന്ന സ്വഭാവം കേരളം കാണിച്ചെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇവിടുത്തെ മാത്രമല്ല, നമുക്ക് പിന്നീടൊക്കെ ചർച്ച ചെയ്യാം, ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ തന്ത്രപരമായി അവസരവാദപരമായി ഒരു അടവ് നയം, വേറെ ആരും പറയാം, അടവിൻ്റെ ഭാഗമായി വർഗീയതയ്ക്കോടൊപ്പം നിൽക്കുന്ന ആ രാഷ്ട്രീയം കേരളത്തിൽ സ്വീകാര്യമല്ല എന്ന് വന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന കാര്യത്തിൽ 3 കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിയമസഭയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 2 കൂട്ടർക്കും 70-ൽ താഴെയായിരിക്കും. CPM-ന്റെ മുന്നണി, ഇടതുവർഗീയ മുന്നണി സംഖ്യ 50-ഓ 55-ലോ ഒതുങ്ങിയാലോ അതിശയിക്കാനില്ല. മറ്റവരെക്കാൾ UDF-നേക്കാൾ കുറവായിരിക്കും. അതുപോലെ മറ്റവർക്കും 70-ന് തൊട്ട് താഴെ വന്ന് നിൽക്കാം, എങ്കിലും 71 സീറ്റ് കിട്ടുമെന്ന് എനിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവിടെ സാധ്യതയുള്ളത്, വളർച്ചയുടെ സാധ്യത കാണിക്കുന്നത് ഇപ്പോഴും ദേശീയ ജനാധിപത്യ മുന്നണിക്കാണ്. ആ വളർച്ചയെന്ന് പറയുന്നത് 1 സീറ്റ് കിട്ടിയാലും വളർച്ചയാണ്, 10 സീറ്റ് കിട്ടിയാലും വൻ വളർച്ചയാണ്. ഏതായാലും വരാൻ പോകുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഇക്കാലം അത്രയും സംഭവിച്ചതുപോലെ ഇനി നടക്കില്ല. ഹിന്ദുവിനെ ഞാൻ കൃത്യമായ പറയുന്നത്, ഹിന്ദുവിനെ അവഗണിക്കാം, അരികവൽക്കരിക്കാം, അപഹസിക്കാം, മർദ്ദിച്ചൊതുക്കാം, അവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കാം എന്ന് കരുതുന്നതിനുള്ള ഒരു ധൈര്യവും ഇനി പിണറായി വിജയനും ഉണ്ടാവില്ല, വി ഡി സതീശനും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള മോഹവും ആ തരത്തിൽ രാഷ്ട്രീയം വളർത്താമെന്നുള്ള പ്രതീക്ഷയും അവരൊക്കെ താഴ്ത്തു വെക്കുന്ന കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. മെയ് 4-ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാർ വളരെ വിശദമായി നമുക്ക് മെയ് 4-ന് വോട്ടെണ്ണി കഴിഞ്ഞ് ഈ വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് വരാം. എന്തായാലും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ തന്നെ വാക്കുകൾ, കേരളത്തിൽ രാഷ്ട്രീയ വോട്ടുകളല്ല പോൾ ചെയ്യപ്പെട്ടത്, വർഗീയ വോട്ടുകളാണ് എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തിലെ വോട്ടർമാരെ അപമാനിക്കലാണ്, അധിക്ഷേപിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്തായി തീരും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മെയ് 4-ന് ശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.